Good morning. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7th മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, എന്താണ് ക്വാളിറ്റി. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഓരോ ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഫാക്ടറി സിസ്റ്റം, KJ സിസ്റ്റം, അവരൊക്കെ എങ്ങനെയാണ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ? അവരുടെ ബേസിൽ എന്താണ് ക്വാളിറ്റി, അതിനകത്ത് ഓരോന്നും നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഓരോരുത്തരും പറഞ്ഞ ക്വാളിറ്റിക്ക് കൊടുത്തേക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ പോലെ അതാണ് കൊടുത്തേക്കുന്നത്, അത് നോക്കി വെക്കാം. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് ഡെമിംഗ് അല്ലെ? എഡ്വേർഡ് ഡെമിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, T2M എന്ന് പറയുന്നത്. ആ ഒരു പാരഗ്രാഫ് വരെയാണ്. പിന്നെ അവിടെ ഡേറ്റുകൾ നോക്കി വെക്കാൻ പറഞ്ഞിരുന്നു, ആ ഡേറ്റ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, കുറച്ച് പോയിന്റ് എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതിനകത്ത് ഇപ്പൊ നമുക്ക് ഡാഷിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ബേസിൽ എന്താണെന്ന് വരില്ല. ഓക്കെ, എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? ക്വാളിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ക്വാളിറ്റി കൺസിസ്റ്റ് ഓഫ് ഡൂയിങ് those things necessary to meet and exceed. Exceed എന്ന് വെച്ചാൽ എന്താ? കവിയുക. then meet എന്ന് വെച്ചാൽ മീറ്റ് ചെയ്യുന്ന, പാലിക്കുന്ന. the needs and the expectation, ആവശ്യങ്ങളും പ്രതീക്ഷകളും ആരുടെയാ? of those we serve. നമ്മൾ സെർവ് ചെയ്യുന്നത് അതാരാ? പേഷ്യൻസ്. പേഷ്യൻസിന്റെ ആവശ്യകതകളും അവരുടെ പ്രതീക്ഷകളും നമ്മൾ പാലിക്കുന്ന അല്ലെങ്കിൽ അതിന് കവിയുന്ന അല്ലെ? ആൻഡ് ഡൂയിങ് ദോസ് റൈറ്റ് തിങ്സ് റൈറ്റ് എവരി ടൈം, എല്ലാ സമയത്തും ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതും അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെ പറഞ്ഞേക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുന്നതാണ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ നീഡ്സ്, ആവശ്യങ്ങള്, അവരുടെ പ്രതീക്ഷകള്, അതിനെയൊക്കെ പാലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന്റെ രീതിയിൽ, അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെ അതിനെ പാലിക്കുന്ന അല്ലെങ്കിൽ അതിനെ എക്സീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കവിയുന്ന അത്യാവശ്യം നെസസറി ആയിട്ടുള്ള ആ കാര്യങ്ങള് അത് ചെയ്യുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഡൂയിങ്, ഇതിപ്പോ നമ്മൾ അതെങ്ങനെയാ ചെയ്യുന്നത്? അതെങ്ങനെയാ പാലിക്കുന്നത്? റൈറ്റ് തിങ് റൈറ്റ് എവരി ടൈം, ശരിയായ കാര്യങ്ങള് എല്ലാ സമയത്തും ശരിയായ രീതിയിൽ ചെയ്തും നമ്മൾ ക്വാളിറ്റി നമ്മൾ നിലനിർത്തുന്നു. നെക്സ്റ്റ് നോക്കിയ രണ്ടാമത്തെ പോയിന്റ്, എൻഷുർസ് കൺഫോർമിറ്റി ടു ദ റിക്വയർമെന്റ്സ്. കൺഫോർമിറ്റി എന്ന് വെച്ചാൽ അനുയോജ്യമായ, എന്തുറപ്പ് വരുത്തണം? ആവശ്യകതകൾക്ക്, റിക്വയർമെന്റ്സിന് അനുയോജ്യമായ കാര്യങ്ങള് അത് ഉറപ്പുവരുത്തണം. എന്താണോ അവർക്ക് ആവശ്യം, പേഷ്യൻസിന് എന്താണ് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്താ പറയാ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് അത് ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെ? അല്ലെങ്കിൽ അത് അവര് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എൻഷുർസ് കൺഫോർമിറ്റി ടു റിക്വയർമെന്റ്സ്. എന്താ? ആവശ്യകതകള് പാലിക്കുന്നുണ്ട്, പേഷ്യൻസിന്റെ ആവശ്യകതകൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ അടുത്ത് നോക്കിയേ, ക്വാളിറ്റി സിംപ്ലിസ്റ്റിക്കലി മീൻസ്. നമ്മളൊരു ക്വാളിറ്റിനെ നമ്മൾ സിംപ്ലിസ്റ്റിക്കലി സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മീൻസ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഷുഡ് മീറ്റ് വൺസ് റിക്വയർമെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? ദാറ്റ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്താ? ഷുഡ് മീറ്റ് വൺസ് റിക്വയർമെന്റ്, ഒരാളുടെ ആവശ്യകതകള് റിക്വയർമെന്റ്സ് പാലിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരാളുകളുടെ ആവശ്യകതകള് നിറവേറ്റണം, അത് പാലിക്കണം. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ?
നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നത്, അതാണ് ക്വാളിറ്റി. അതാണ് ക്വാളിറ്റീനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. Quality simplistically means that a product should meet one's requirement. ഒരാളുടെ ആവശ്യകതകളെ ആവശ്യങ്ങളെ നിറവേറ്റുന്നത് അതായിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന് പറയുന്നത്. അതാണ് ക്വാളിറ്റി. നെക്സ്റ്റ് നോക്കിയേ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഗുഡ് ഇന്റൻഷൻ. ഗുഡ് ഇന്റൻഷൻ നല്ല ഉദ്ദേശം. എന്തിന്റെ റിസൾട്ട് ആണെന്ന് പറഞ്ഞേ? ഒരു നല്ല ഉദ്ദേശത്തിന്റെ, ഗുഡ് ഇന്റൻഷൻ, നല്ല ഉദ്ദേശം, സതുദ്ദേശം, നല്ല ഉദ്ദേശത്തിന്റെ, എഫേർട്ടിന്റെ, പരിശ്രമത്തിന്റെ, ഇന്റലിജൻസ് തിങ്കിങ്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ചിന്തയുടെ, ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻസ്, ഒരു സമർത്ഥമായ ഒരു സ്കില്ല് കഴിവുറ്റ ഒരു നിർവഹണത്തിന്റെ, എക്സിക്യൂഷൻ, നിർവഹണത്തിന്റെ, അതിന്റെ ഒരു റിസൾട്ടാണ് എന്ത്? ക്വാളിറ്റി. ഡാഷ് ഈസ് ദ റിസൾട്ട് ഓഫ്. അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാനില്ല, ആ പോയിന്റിൽ എന്താണ് എന്നുള്ളത് ചോദിക്കാം കേട്ടോ. വളരെ ഡാഷ് ഇട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കി വെക്കുക. അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഈസ് ദ റിസൾട്ട് ഓഫ്. എന്തിന്റെയൊക്കെ റിസൾട്ടാന്ന് പറഞ്ഞാൽ നമ്മള് നല്ല ഉദ്ദേശത്തിന്റെ, എഫേർട്ടിന്റെ, പരിശ്രമത്തിന്റെ, ഇന്റലിജന്റ് തിങ്കിങ്, നല്ല ബുദ്ധിപരമായിട്ടുള്ള ചിന്തയുടെ, സ്കിൽഫുൾ കഴിവുറ്റ ഒരു നിർവഹണത്തിന്റെ റിസൾട്ടാണ് ക്വാളിറ്റി. അടുത്ത നോക്കിയേ, ക്വാളിറ്റി ഈസ് ദ ഇൻഹെറിറ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട് ദാറ്റ് മേക്ക് എ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഒരു പ്രൊഡക്റ്റില് ഒരു അന്തർലീനമായിട്ട്, ക്വാളിറ്റി എന്ന് പറഞ്ഞ എന്താണ്? ഇൻഹെറിറ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു അന്തർലീനമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് മേക്ക് എ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഒരു ഉൽപ്പന്നത്തെ മറ്റുള്ളതിൽ നിന്ന്, ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയുടെയും അതുപോലെ അതിന്റെ ഒരു പ്രയോഗമാണ് ഏതെന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ പറയും ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. എന്താ അത് ക്വാളിറ്റി എന്ന് പറഞ്ഞത്? അപ്പൊ അതിൽ നിന്ന് അതിനെ വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സവിശേഷതകളായിരിക്കും. അതാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒരേപോലത്തെ പ്രൊഡക്റ്റ് ഇട്ടു, അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു, അപ്പൊ എന്താ അത് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയും അല്ലെ? അപ്പൊ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മറ്റു പഴയ അതിൽ നിന്നും നമ്മൾ അതിനെ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അധികം, അതല്ലേ ക്വാളിറ്റി. അപ്പൊ ഡാഷ് ഈസ്, അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം കേട്ടോ. ഒരു പ്രൊഡക്റ്റിനെ, ഒരു ഉൽപ്പന്നത്തിനെ, അല്ലെങ്കിൽ ഒരു സർവീസിനെയൊക്കെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു അന്തർലീനമായിട്ടുള്ള അതിന്റെ ഉള്ളിലുള്ള ഒരു സ്വഭാവത്തിന്റെയും അതുപോലെ തന്നെ സവിശേഷമായ ഒരു പ്രയോഗമാണ് ഏത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, products and services should be essentially free from defects, thereby becoming cost effective. ഇനി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയായിരിക്കണം? ഡിഫക്റ്റിൽ നിന്ന്, അതെ, എന്തെങ്കിലും നമ്മള് അത് നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും ഡിഫക്റ്റ് അതിൽ നിന്ന് ഫ്രീ ആകുന്നത്, ബൈ ബിക്കമിങ് കോസ്റ്റ് എഫക്റ്റീവ്, ഒരു ഫലപ്രദമായിട്ടുള്ള ഈ ചെലവ് കുറഞ്ഞതാക്കി മാറ്റുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ മറ്റുള്ള കാര്യത്തിൽ നിന്ന്, ഡിഫക്റ്റിൽ നിന്നൊക്കെ ഫ്രീ ആകുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് സർവീസ്, അതാണ് ശരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റോ സർവീസോ ചിലവ് കുറഞ്ഞതായിരിക്കുന്നതിലൂടെ അവ അടിസ്ഥാനമായിട്ടുള്ള ഡിഫക്റ്റിൽ നിന്ന്, എന്തെങ്കിലും പോരായ്മകളിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. അതാണ് ക്വാളിറ്റി. അല്ലേ? നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫക്ട്സ് ഒന്നും പാടില്ല, എന്തെങ്കിലും പോരായ്മകളൊന്നും പാടില്ല, അതിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അത് കൂടാതെ ചെലവ് കുറഞ്ഞതായിരിക്കണം. ചെലവ് കുറഞ്ഞതായിരിക്കുന്നതിലൂടെ തന്നെ എന്താണ്? ഡിഫക്ട്സിൽ നിന്ന് ഫ്രീ ആയിരിക്കണം ഒരു പ്രൊഡക്റ്റോ സർവീസോ. അതാണ് ക്വാളിറ്റി. ഓൾ ഡൈമെൻഷൻസ് ലൈക്ക്, എല്ലാ അളവുകളും എങ്ങനെയാണ്? ഈ ക്വാളിറ്റിയിലെ ഓരോ ഡൈമെൻഷൻസും,
ഓരോ ഡയമെൻഷൻസും എങ്ങനെയായിരിക്കും? accessibility, appropriateness, continuity, effectiveness and must be quality. കേട്ടോ, എന്താ പറഞ്ഞേക്കുന്നത്? all the dimension like accessibility, അസസ് ചെയ്യാൻ പ്രവേശനക്ഷമത, then appropriateness, appropriate, അനുയോജ്യത, അനുയോജ്യമായിരിക്കണം, then continuity, അതിന്റെ തുടർച്ച, effectiveness, ഫലപ്രാപ്തി, അല്ലെ, and must be quality, നല്ല ഗുണമേന്മയുള്ളതായിരിക്കണം. എല്ലാ അളവുകളും, അല്ലെ, ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുകയാണെങ്കിൽ എന്താ, അതിലെ ഓരോ ഡയമെൻഷൻ പറഞ്ഞ അളവുകളും എങ്ങനെയായിരിക്കണം? അക്സസിബിൾ ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, ഫലപ്രാപ്തി ഉണ്ടായിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? മസ്റ്റ് ബി ക്വാളിറ്റി. ഇനി അപ്പൊ ആ പോയിന്റ്സ് അങ്ങനെ തന്നെ നോക്കാട്ടെ, അതിലെല്ലാം ഡാഷ് ഇട്ട് തരും. അവിടെ എന്താണെന്നുള്ളതൊന്നും മീൻ ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്വാളിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് പറയാം. അത്രയൊക്കെയാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞേക്കുന്നത്. ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ അവിടെ ഡാഷ് ഇട്ട് വെക്കുക കേട്ടോ. അതിനകത്ത് എന്താണെന്നുള്ളത് നോക്കി വെക്കാം. എല്ലാത്തിന്റെ ആൻസർ ക്വാളിറ്റി തന്നെയാണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഞാനത് ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണ്ട. ഇനി ഇവിടെ നോക്കിയ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷനെ ബൈഹാർട്ട് ചെയ്യണ്ട, അത് എന്താണ് അതും ആവശ്യമില്ലാ ചോദിക്കുള്ളൂ. അപ്പൊ അത് നോക്കി വെക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ഓഫ് ക്വാളിറ്റി ആണ് ക്വാളിറ്റിയുടെ ഡെഫിനിഷൻസ് എന്തൊക്കെയാ? Okay, according to the Joint Commission on Accreditation of Healthcare Organization, അവിടെ JCAHO എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Joint Commission on Accreditation of Healthcare Organization, JCAHO, Joint Commission on Accreditation of Healthcare Organization. അവര് JCAHO ക്വാളിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? അക്കോർഡിംഗ് ടു JCAHO, quality is defined as, എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? The degree to which health service for consumers increase the likelihood of the desired health outcome and consistent with the current professional knowledge. കൺസ്യൂമേഴ്സിനായിട്ടുള്ള, കൺസ്യൂമേഴ്സ് ഓഫ് പേഷ്യൻസ്, കൺസ്യൂമേഴ്സ് ഓഫ് പേഷ്യൻസ്, അല്ലെ, ഒരു കൺസ്യൂമേഴ്സിനായിട്ടുള്ള ഒരു ആരോഗ്യ സേവനങ്ങള്, അത് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം, ആരോഗ്യ ഫലങ്ങളുടെ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യത എത്രത്തോളം വർദ്ധിപ്പിക്കും, അതുപോലെ നിലവിലെ ഒരു പ്രൊഫഷണൽ നോളജുമായിട്ട് അത് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്നും അതിന്റെ ഒരു ഡിഗ്രിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ആയിട്ട് പഠിക്കേണ്ട. Dash is the degree to which the health service for consumers increase the likelihood. അങ്ങനെ ആ സെന്റൻസ് തന്നെ തരാം. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു JCAHO എന്താ ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഇതൊരു എന്തിന്റെ ഒരു ഡിഗ്രിയാണ്? എന്തിന്റെ ഒരു ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്? കൺസ്യൂമേഴ്സിനായിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ്, ഹെൽത്ത് സർവീസ് ഫോർ കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനായിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യൻസിനായിട്ടുള്ള ഒരു ആരോഗ്യ സേവനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, അവര് ആഗ്രഹിക്കുന്ന ഒരു ഫലങ്ങളുടെ സാധ്യത അതിനെ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ നിലവിലുള്ള കറണ്ട് പ്രൊഫഷണൽ നോളജ്, നിലവിലുള്ള പ്രൊഫഷണൽ നോളജ് അതുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഡാഷ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO എന്താ ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ISO define the quality as the totality of features and the characteristics of a service that bear on its ability to satisfy the stated and implied needs of the patients. ഇത് കുറച്ചിങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താണ് ISO എന്താണ് ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? പേഷ്യൻസിന്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള
പേഷ്യൻസിന്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ ഇംപ്ലോയിഡ് നീഡ്സ് പരോക്ഷമായിട്ടുള്ള ആവശ്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യുന്ന തൃപ്തിപ്പെടുത്തുന്ന ആ കഴിവ് അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു കഴിവിനെ വഹിക്കുന്ന ഒരു സേവനത്തിന്റെ സവിശേഷതകളുടെ ആകെ തുകയാണ് ടോട്ടാലിറ്റി. ആകെ തുകയാണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് ISO ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദ ടോട്ടാലിറ്റി ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സർവീസ്. ആ ഒരു സർവീസിന്റെ അതിന്റെ സവിശേഷതകളുടെ അതുപോലെ ഫീച്ചേഴ്സിന്റെ ആകെ തുക എന്തിനെ based on its ability to satisfy the stated and the implied needs of the patient. എത്രയേ ഉള്ളൂ പേഷ്യൻസിന്റെ ആവശ്യകതകള് അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അതിന്റെ മൊത്തത്തിലുള്ള അളവ് അല്ലെങ്കിൽ അതിന്റെ ടോട്ടാലിറ്റി ആണ് അതിന്റെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത്. എങ്ങനെ തന്നു കഴിഞ്ഞാൽ എഴുതാലോ ആൻസർ നിങ്ങൾക്ക് തരും. The totality of features and the characteristics of a service that bears on its ability to satisfy the stated and the implied needs of patients is called a dash. എന്ന് പറയും is called a quality. അല്ലെങ്കിൽ according to dash the quality is defined out. അങ്ങനെ ചോദിക്കാം. അപ്പൊ ISO എന്ന് എഴുതാം. ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് according to dash എന്ന് പറഞ്ഞ് തരാം. ആരാന്നുള്ളത് നോക്കാം. അല്ലാതെ ഡെഫിനിഷൻ ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. IS എന്താണ് ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? പേഷ്യൻസിന്റെ കൊടുക്കുന്ന സർവീസ് ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസ് അതായത് പേഷ്യൻസിന്റെ ആവശ്യകതകളെ അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സവിശേഷതകള് അതിന്റെ ആകെ തുകയാണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത്. കിട്ടിയോ? അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഡെഫിനിഷൻ തന്നിട്ട് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ക്ലിയർ ആയോ? രണ്ട് രീതിയിൽ അല്ലാതെ ആ ഡെഫിനിഷൻ വാട്ട് ഈസ് ക്വാളിറ്റി എന്നുള്ള ആ രീതിയിൽ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കില്ല. നിങ്ങൾക്ക് അറിയാലോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ ഇത് വലിയൊരു സെന്റൻസ് ആണ് അല്ലെങ്കിൽ വലിയ ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞ് നോക്കണ്ട. നമ്മൾ ആ രണ്ട് രീതിയിൽ അക്കോർഡിംഗ് ടു ഡാഷ് എന്നും പിന്നെ ആ ഡെഫിനിഷൻ തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണേ അല്ലേ? പറ്റുന്നുണ്ടോ? അതെ, ആ പറഞ്ഞ സെന്റൻസിൽ നിന്ന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നത് മനസ്സിലായില്ലേ അവിടെ? ഓക്കെ. A measure of excellence or a state to be free from defects, deficiencies and significant variation. അതാണ് വേരിയേഷൻസ്, അതാണ് ക്വാളിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? A measure of excellence, മികവിന്റെ ഒരു മെഷർ. മികവിന്റെ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മികവ്, മികവിന്റെ ഒരു അളവ്. അതെങ്ങനെയായിരിക്കണം? സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ്, ഡിഫെക്ട്സിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ഡെഫിഷ്യൻസിയിൽ നിന്ന് ഫ്രീ ആയിരിക്കണം അല്ലെ? അതിന്റെ സിഗ്നിഫിക്കന്റ് വേരിയേഷൻ, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു മികവിന്റെ അളവ്, അതാണ് ക്വാളിറ്റി. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. Dash is a measure of excellence of a state. നമ്മൾ ആ സെന്റൻസ് തരാം. അതെന്താണ്? നമ്മുടെ ഡിഫെക്ട്സിൽ നിന്ന്, ഡെഫിഷ്യൻസിയിൽ നിന്ന്, വേരിയേഷൻസിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ആ മികവിന്റെ ഒരു മെഷർ, അതാണ് ക്വാളിറ്റി. അടുത്ത് നോക്കി പറഞ്ഞത് തന്നെയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ സെന്റൻസ് ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? Totality of the features and the characteristics of a product or service that bears its ability to satisfy the stated or implied needs. ആ പേഷ്യൻസിന്റെ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ആ ഒരു ഉൽപ്പന്നത്തിനുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ആ ആകെ തുക, അതാണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനില്ലേ, അത് തന്നെ വീണ്ടും ഒന്നുകൂടി കൊടുത്തേക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻ ഓഫ് ക്വാളിറ്റി എന്നുള്ളത് ഒന്നാമത്തെ ആ പാരഗ്രാഫിൽ നിന്ന് അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ ഇവിടെ ചോദിക്കാം. അക്കോർഡിംഗ് ടു ഡാഷ് ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് ആഫ്റ്റർ ഞാൻ സെന്റൻസ് അങ്ങനെ തന്നെ തരാം. ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ തരാം. അപ്പൊ അത് ആരാണ് പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു JCAHO ആണ് പറഞ്ഞേക്കുന്നത്. JCAHO ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തിരുന്നതാണ്. അല്ലെങ്കിൽ ഡാഷ് ഈസ് ഡിഫൈൻഡ് ആഫ്റ്റർ ഡിഗ്രി ഓഫ്, അങ്ങനെയും ചോദിക്കാം. രണ്ട് രീതിയിൽ അവിടെ ചോദിക്കാം.
അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലും അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ ആ ഡെഫിനിഷൻ തന്നെ തന്നിട്ട് ചോദിക്കാം. പിന്നെ അടുത്ത സെന്റൻസ് നോക്കിയേ, ഇതും കൂടി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ട് കേൾക്കാം കേട്ടോ. A measure of excellence or a state being free from defects, deficiencies, and significant verification is called the quality. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അടുത്ത സെന്റൻസ് നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നേക്കുന്നത് 7 dimensions of service quality. ഒരു സേവന ഗുണനിലവാരത്തിന്റെ 7 അളവുകൾ, ഡയമെൻഷൻസ്, സേവന നിലവാരത്തിന്റെ 7 അളവുകൾ. ഇതിനകത്ത് ഏതൊക്കെയാണ് 7 dimensions എന്ന് ചോദിക്കാം. പിന്നെ അവിടെ ഡെഫിനിഷനുമായിട്ടാണ് തന്നേക്കുന്നത്. ഡെഫിനിഷൻ എഴുതാൻ അങ്ങനെ വരില്ല, ഡെഫിനിഷനായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ നോക്കി. അപ്പൊ ഡെഫിനിഷൻ തന്നിട്ട് ഏതാണെന്ന് വേണ്ടി ചോദിക്കാം. പക്ഷെ ഇതിന് കൂടുതൽ ആ ഒരു ബോക്സ് നിങ്ങൾ നോക്കണം. അതിനകത്ത് 7 dimensions ഏതൊക്കെയാണ്, അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നോക്കാം. The 7 dimensions of service quality includes dash. അങ്ങനെ തന്നെ ചോദിക്കാം. The 7 dimensions of service quality includes dash. These dimensions of service quality include dash. അങ്ങനെ ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയേ. ടൈം ആൻഡ് ടൈംലെസ്, സമയവും സമയനിഷ്ഠയും. ടൈം ആൻഡ് ടൈംലെസ്, സമയവും സമയനിഷ്ഠ. അടുത്താണ് കംപ്ലീറ്റ്നെസ്, പൂർത്തിയാക്കുന്നത്, പൂർണ്ണത. കംപ്ലീറ്റ്നെസ്, ഒരു സർവീസ് അല്ലെ, അതിന്റെ ഒരു പൂർണ്ണത, കംപ്ലീറ്റ്നെസ്. അടുത്ത് നോക്കി കേഴ്സി, എന്താണ് മര്യാദ. കേഴ്സി, കേഴ്സി മര്യാദ. അടുത്ത് നോക്കിയേ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി സ്ഥിരത. കൺസിസ്റ്റൻസി സ്ഥിരത. അടുത്ത നോക്കിയേ accessibility and convenience, സൗകര്യവും പ്രവേശനക്ഷമതയും. accessibility and convenience, accessibility and convenience. ഇതാണ് പ്രവേശനക്ഷമതയും അതുപോലെ തന്നെ സൗകര്യവും. Then accuracy, കൃത്യത. കൃത്യത, accuracy. Then അടുത്ത നോക്കിയേ റെസ്പോൺസീവ്നെസ്, പ്രതികരണശേഷി. റെസ്പോൺസീവ്നെസ്, പ്രതികരണശേഷി. ഇതാണ് 7 dimensions. ക്വാളിറ്റി സർവീസിന്റെ 7 അളവുകൾ. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളൊരു ക്വാളിറ്റി സർവീസ് ആണോ, ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനത്തിനുള്ള 7 അളവുകൾ അളക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെയാണ് ടൈം ആൻഡ് ടൈംലെസ് എന്ന് പറയുന്നത്. സമയവും സമയനിഷ്ഠയും. അതൊരു വലിയൊരു കാര്യല്ലേ അല്ലെ? ഓക്കെ, കസ്റ്റമർ വെയിറ്റിംഗ് ടൈം, ഓൺ ടൈം കംപ്ലീഷൻ. അല്ലെ, കൃത്യസമയത്ത് നമുക്ക് പൂർത്തിയാക്കണം. കസ്റ്റമറിന്റെ വെയിറ്റിംഗ് ടൈം അത് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം. അല്ലെ, ഇപ്പൊ നമ്മള് നല്ലൊരു ക്വാളിറ്റി സർവീസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോ കൺസൾട്ട് ചെയ്യാനായിട്ട് അത് അങ്ങനെ ഇതാവോ? അല്ലെ, ആ ഹോസ്പിറ്റൽ നൽകുന്ന നല്ല പെർഫെക്റ്റ്, നല്ല ഗുഡ് സർവീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത കറക്റ്റ് ടൈമില് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതല്ലേ വേണ്ടത്? കൃത്യസമയത്ത് പൂർത്തിയാക്കണം. ഓൺ ടൈം കംപ്ലീഷൻ, കൃത്യസമയത്ത് പൂർത്തിയാക്കണം. ആ ടൈം ക്വാളിറ്റീനെ ടൈംലെസ്, സമയവും സമയനിഷ്ഠവും ക്വാളിറ്റീനെ മെഷർ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പറയുന്നത് ക്ലിയർ ആവുന്നില്ല എനിക്ക്? ആ കൃത്യസമയത്ത് തന്നെ കംപ്ലീറ്റ് ആക്കണം. ഇനി അടുത്തതാണ് നോക്കിയ കംപ്ലീറ്റ്നെസ്. കസ്റ്റമേഴ്സ് ഗെറ്റ് ഓൾ ദേ ആസ്ക് ഫോർ. അല്ലെ, കസ്റ്റമേഴ്സ് അവര് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കണം. കംപ്ലീറ്റ് ആവണം. അല്ലെ, എല്ലാത്തിനും ഒരു പൂർണ്ണത വേണം. നമ്മള് പറഞ്ഞ പകുതി കാര്യം പകുതി പറഞ്ഞില്ല, അങ്ങനെ ആവാൻ പാടില്ല. അല്ലെ, എല്ലാത്തിനും ഒരു പൂർണ്ണത വേണം. അവര് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഗെറ്റ് ഓൾ ദേ ആസ്ക് ഫോർ, അവർക്ക് ചോദിക്കുന്നതെല്ലാം നൽകണം. അതായത് എല്ലാത്തിനും ഇപ്പൊ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസില് എന്തൊക്കെ ആണെങ്കിലും ഒരു പൂർണ്ണത വേണം. അടുത്ത കേഴ്സി. പിന്നെ എന്താ അടുത്തൊരു ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു കാര്യം? കേഴ്സി, മര്യാദ.
ട്രീറ്റ്മെന്റ് ബൈ എംപ്ലോയീസ്. സ്റ്റാഫിന്റെ നമ്മുടെ സ്റ്റാഫിന്റെ ട്രീറ്റ്മെന്റില് എന്ത് വേണം? ഒരു മര്യാദ വേണം. ട്രീറ്റ്മെന്റ് ബൈ എംപ്ലോയി ഫോർ യുവർ സ്റ്റാഫ്. സ്റ്റാഫിന്റെ ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മര്യാദ വേണം. അത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്താണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരത. സ്ഥിരത വേണം. സെയിം ലെവൽ ഓഫ് സർവീസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്. ശരിയല്ലേ? അല്ലെ? എല്ലാ കസ്റ്റമേഴ്സിനും എങ്ങനെ വേണം കൊടുക്കാൻ? സെയിം ലെവൽ ഓഫ് സർവീസ്. അല്ലെ? ഒരേ ലെവലിലുള്ള സേവനം വേണ്ടേ? കുറച്ചു പേർക്ക് കുറച്ച് രീതിയിൽ, കുറച്ചു പേർക്ക് വേറെ, അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. അല്ലെ? ഒരു സ്ഥിരത വേണം. അതാണ് അടുത്തൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെയിം ലെവൽ ഓഫ് സർവീസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്. എല്ലാ കസ്റ്റമേഴ്സിനും സെയിം ലെവല് സർവീസ് കൊടുക്കണം. ഇനി അടുത്ത് നോക്കിയേ, അക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്. സ്വീകാര്യം. നമുക്ക് അക്സസിബിലിറ്റി, പ്രവർത്തനക്ഷമതയും അത് പ്രവേശനക്ഷമതയും സൗകര്യങ്ങളും. ഏസ് ഓഫ് ഒബ്റ്റെയിനിങ് സർവീസ്. ഓക്കെ, ഈസി ആക്കുക. ആ സർവീസ് ലഭിക്കാനായിട്ട് ഈസി ആക്കുക. അതിലെ സേവനത്തിലേക്കുള്ള പ്രവേശനക്ഷമത, അവരുടെ വേണ്ട ഫെസിലിറ്റി, കൺവീനിയൻസ്, ഇതൊക്കെ എളുപ്പമാക്കുക. അക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്. അടുത്തതാണ് ആക്യുറസി. കൃത്യത വേണം. പെർഫോംഡ് കറക്റ്റ്ലി എവരി ടൈം. എല്ലാ സമയത്തും കൃത്യമായി പെർഫോം ചെയ്യണം. പെർഫോം നിർവഹിക്കണം. കറക്റ്റ്ലി എവരി ടൈം. അല്ലെ? അക്യുറസി വേണം. കൃത്യത വേണം. ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ആയിരിക്കണം. അല്ലെ? ഇന്ന ടൈമില് നമുക്ക് നിങ്ങൾക്ക് എന്താ പറയാ, എന്തെങ്കിലും അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെഡ്യൂളോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ ഇതൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ ഇന്ന ടൈം എന്ന് പറഞ്ഞാൽ ആ കൃത്യ ടൈം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴോ അതൊക്കെ ആണെങ്കിൽ ആ ടൈം, അതിന്റെ ഒരു കൃത്യത. അല്ലെ? എല്ലാ ടൈമിലും ആ ആക്യുറസി, കൃത്യത വേണം. അടുത്തതാണ് റെസ്പോൺസീവ്നെസ്. പ്രതികരണശേഷി. റിയാക്ഷൻ ടു സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഓർ റിക്വസ്റ്റ്. പ്രത്യേക സാഹചര്യങ്ങളോടുള്ള അഭ്യർത്ഥനകളോ ോടൊക്കെയുള്ള പ്രതികരണം. റെസ്പോൺസീവ്നെസ്. പ്രതികരണ ശേഷി. റിയാക്ഷൻ ടു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓർ റിക്വസ്റ്റ്. പ്രത്യേക സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യങ്ങൾ. റിയാക്ഷൻ ടു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓർ റിക്വസ്റ്റ്. പ്രത്യേക സാഹചര്യങ്ങളോടോ അഭ്യർത്ഥനകളോടോ ഉള്ള റിയാക്ഷൻ. അതിനെ റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ അറിയണം, എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അതിനോട് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. അല്ലെ? പ്രതികരണ ശേഷി വേണം. റെസ്പോണ്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതെന്താ പറയാ, നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. അല്ലെ? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ അതിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ 7 അളവുകളും എന്താണ്? ക്വാളിറ്റിയുടെ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ്. 7 dimensions of service quality. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ടിക്കറ്റ് വെച്ചോ നിങ്ങൾ. ഇന്ന് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഏതുകളൊന്ന് നോക്കി വെക്കാം. ടൈം, കംപ്ലീറ്റ്നെസ് പൂർത്തിയാക്കുന്നത്, പൂർത്തീകരണം, മര്യാദ, കൺസിസ്റ്റൻസി സ്ഥിരത, അക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്, പ്രവേശനക്ഷമതയും അവരുടെ സൗകര്യങ്ങളും കൺവീനിയന്റ് ആണോ എന്നുള്ളത്, അക്യുറസി കൃത്യത, റെസ്പോൺസീവ്നെസ് പ്രതികരണ ശേഷി. ഒക്കെയാണോ? അശ്വതിയെ സനികയൊക്കെ തമ്മിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, ആ 7 പേരുകൾ മാത്രം നീ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇനി നോക്കിയേ, ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഇവിടെ നോക്കാം. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഒരു നിലവാരമുള്ള ആവശ്യകതകളൊക്കെ എന്തൊക്കെ കാര്യം വേണം? ഒരു ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ഒരു ഗുണനിലവാരമുള്ള ഒരു ആവശ്യകതകൾ. ഇപ്പൊ ഹോസ്പിറ്റലിലെ
നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി സർവീസിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. റിക്വയർമെന്റ്സ്, ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഇങ്ങനെ വിച്ച് ഓഫ് ദ ഫോളോയിങ് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്വാളിറ്റി റിക്വയർമെന്റ്. ഓക്കെ, എന്തൊക്കെയാന്നൊക്കെ? സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. സിസ്റ്റമാറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥാപിതമാക്കൽ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? വ്യവസ്ഥാപിതമാക്കൽ. അല്ലെങ്കിൽ കറക്റ്റ് ഇതാവണം. ഒരു ക്വാളിറ്റി മാനേജർ, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അത് എന്താണ്? കറക്റ്റ് രീതിയിലാകണം. ഒരു നല്ലൊരു എന്താ ക്വാളിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഒരു നല്ലൊരു അനൗപചാരികമായിട്ടുള്ള, നമുക്ക് എന്താ ഒരു ഘടനാപരമായിട്ടുള്ള, ഔപചാരികമായിട്ട് ഫോർമൽ ആയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒരു സിസ്റ്റം വേണം ക്വാളിറ്റി മാനേജ്മെന്റ്. Then quality criteria support the quality management. എന്താ? ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ക്രൈറ്റീരിയ, മാനദണ്ഡം, ഗുണനിലവാരമുള്ള, ഗുണമേന്മയുള്ള ഒരു ക്രൈറ്റീരിയ വേണം. എന്തിനാ? സപ്പോർട്ട് ദ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ആദ്യത്തേൽ എന്താ? ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വേണം. നല്ല കാര്യക്ഷമമായിട്ടുള്ള, ഫലപ്രദമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. സിസ്റ്റമാറ്റൈസേഷൻ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. രണ്ടാമത്തെയാണ് ക്വാളിറ്റി ക്രൈറ്റീരിയ. ഗുണനിലവാരമുള്ള ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡം. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗുണനിലവാരമുള്ള ഒരു ക്രൈറ്റീരിയ. Then management of process as a basis for quality management. ഇതെന്താ? ഈ ക്വാളിറ്റി മാനേജ്മെന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ബേസിസ് ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ് എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്? ക്വാളിറ്റി മാനേജ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള. നാലാമത്തെ പോയിന്റ് നോക്കിയേ, കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിലുള്ള കസ്റ്റമേഴ്സിന്റെ, പേഷ്യൻസിന്റെ പങ്കാളിത്തം. പാർട്ടിസിപ്പേഷൻ സ്റ്റാഫിന് മാത്രമല്ല, പേഷ്യൻസും അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിലനിർത്താനൊക്കെ എന്താണ്? അവരും കൂടി അവരുടെ എന്തൊരു പങ്കാളിത്തം വേണം. കസ്റ്റമേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ. അടുത്ത നോക്കി, ഇൻഫർമേഷൻ ആസ് ദ ബേസിസ് ഫോർ ദ കണ്ടിന്യൂസ് എൻഹാൻസ്മെന്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി നമ്മൾ തുടർച്ചയായിട്ട് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക. ക്വാളിറ്റി തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനുള്ള എന്ത് വേണം? അടിസ്ഥാന ഇൻഫർമേഷൻ, അടിസ്ഥാന വിവരങ്ങൾ. Information as the basis for the continuous enhancement of quality. Quality തുടർച്ചയായി മെച്ചപ്പെടുന്നതിനുള്ള വിവരങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ. Then leadership for the steering of the quality. Leadership, നേതൃത്വം. സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നിയന്ത്രണം, കൺട്രോൾ എന്നുള്ള മീനിങ് ആട്ടോ. നേതൃത്വം എന്തിനു വേണ്ടി? ഫോർ ദ സ്റ്റിയറിംഗ് ഓഫ് ക്വാളിറ്റി. ഗുണനിലവാര നിയന്ത്രണത്തിനുള്ള ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ അതിന്റെ ഒരു ലീഡർഷിപ്പ്, നേതൃത്വം. ലീഡർഷിപ്പ് ഫോർ ദ സ്റ്റിയറിംഗ് ഓഫ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ഫോർ ദ സ്റ്റിയറിംഗ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി നിയന്ത്രണത്തിനുള്ള നേതൃത്വം. ക്വാളിറ്റി നിയന്ത്രണത്തിനുള്ള നേതൃത്വം. അടുത്ത് നോക്കിയേ, ഫീഡ്ബാക്ക് ആൻഡ് ഡീറ്റെയിൽഡ് റെക്കമെൻഡേഷൻസ്. ഫീഡ്ബാക്കും അതുപോലെ തന്നെ നമുക്ക് ശുപാർശകളും, ഇഷ്ടമായിട്ടുള്ള ശുപാർശകളും. ഫീഡ്ബാക്ക് ആൻഡ് ഡീറ്റെയിൽഡ് റെക്കമെൻഡേഷൻ. ഫീഡ്ബാക്കുകൾ വേണം, റെക്കമെൻഡേഷൻ, ഡീറ്റെയിൽഡ് റെക്കമെൻഡേഷൻ, ശുപാർശകളും. ഇത് ക്വാളിറ്റി റിക്വയർമെന്റ്സ് ആണ് കേട്ടോ. ക്വാളിറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. Then quality management for the preventive as well as other activities. എന്തിനാ ക്വാളിറ്റി മാനേജ്മെന്റ് ഫോർ? ഇതിന് പ്രിവെന്റീവ്, പ്രതിരോധ പ്രവർത്തനങ്ങള്, as well as other activities, മറ്റുള്ള പ്രവർത്തനങ്ങള്, പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ക്വാളിറ്റി മാനേജ്മെന്റ്.
അടുത്ത നോക്കിയാൽ പേഴ്സണൽ ആസ് എ prerequisite for high quality. ഉയർന്ന ഒരു ഹൈ ക്വാളിറ്റി, ഉയർന്ന ഒരു ഗുണനിലവാരത്തിന് എന്താണ് പ്രീറിക്വസിറ്റ്സ്, ഒരു ആരും കൂടി ഒരു ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ്സ് കൂടി ഉണ്ട്. ഉയർന്ന നിലവാരത്തിന് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ ആ ഒരു വ്യവസ്ഥ. പേഴ്സണൽ ആസ് എ prerequisite for high quality. അതായത് ഒരു നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളും കൂടി ആവശ്യമാണ് എന്നത്. പിന്നെ അത് ജസ്റ്റ് പോയിന്റ്സ് നോക്കി വെക്കാം കേട്ടോ. ക്വാളിറ്റി requirements includes dash അങ്ങനെ ചോദിക്കാം. Which of the following is included in quality requirements? അതെല്ലാം തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഒരു നല്ലൊരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, സംവിധാനം, പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ വേണം. ക്വാളിറ്റി ക്രൈറ്റീരിയ എന്തിനെ ബേസ് ചെയ്തിട്ട്? ക്വാളിറ്റി മാനേജ്മെന്റിന് വേണ്ടിയുള്ള മാനേജ്മെന്റ് പ്രോസസ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇതിലെ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിലുള്ള പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ. തുടർച്ചയായിട്ട് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങള്, ഇൻഫർമേഷൻ. പിന്നെ അടുത്ത ക്വാളിറ്റി കൺട്രോള്, നിയന്ത്രണത്തിനുള്ള ലീഡർഷിപ്പ്. അടുത്താണ് ഫീഡ്ബാക്ക് ആൻഡ് ഡീറ്റെയിൽഡ് റെക്കമെൻഡേഷൻ. അടുത്ത ക്വാളിറ്റി മാനേജ്മെന്റ് എന്തിനു വേണ്ടി? ഫോർ പ്രിവെന്റീവ് ആസ് വെൽ ആസ് അതർ ആക്ടിവിറ്റീസ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ്. അടുത്ത പേഴ്സണൽസ്, ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പേഴ്സണൽസിന്റെ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇനി അടുത്തത് വൈ ക്വാളിറ്റി. അതായത് വൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ എന്തിനാണ് ക്വാളിറ്റി? ഈ ക്വാളിറ്റിയുടെ പ്രാധാന്യം എന്താണ്? അവിടെ വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദിച്ചത്, ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റിയുടെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഈ ക്വാളിറ്റി എന്തിനാന്നാ ചോദിച്ചേക്കുന്നത്? വൈ ക്വാളിറ്റി. വൈ ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റിയുടെ പ്രാധാന്യം? ഓക്കെ, ഒന്നാമത്തെ എന്താ? റാപ്പിഡ് അഡ്വാൻസിങ് ഇസ് ദ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. ഈ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ആരോഗ്യ പരിചരണ മേഖലയിലുള്ള വലിയൊരു പെട്ടെന്നുള്ള ഒരു പുരോഗതി, അതിവേഗത്തിലുള്ള ഒരു മുന്നേറ്റം അല്ലെ. ഹെൽത്ത് കെയർ സെക്ടേഴ്സിലുള്ള പുരോഗതി, പെട്ടെന്നുള്ള പുരോഗതി. ക്വാളിറ്റി വേണം. ആരോഗ്യ പരിചരണ മേഖലയിലുള്ള പെട്ടെന്നുള്ള ഒരു അതിവേഗത്തിലുള്ള മുന്നേറ്റം, അഡ്വാൻസ്. റാപ്പിഡ്, രണ്ടാമത്തെ പോയിന്റ് എന്താ? റാപ്പിഡ് ഡെവലപ്മെന്റ് ഇൻ ഡയഗ്നോസ്റ്റിക് ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി. റാപ്പിഡ് ഡെവലപ്മെന്റ് അല്ലെ. പണ്ടത്തെ പോലെയാണോ ഇപ്പൊ ഒരു രോഗത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന രീതികൾ, കാര്യങ്ങള് അല്ലെ? നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ഓപ്പറേഷൻ ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റ് അല്ലെ. പണ്ടത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ പഴയ ഒരു സംവിധാനം അല്ല ഇപ്പോ. അതെന്ന് വെച്ചാൽ നമ്മള് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഓരോ ദിവസം ചെല്ലുന്നതോറും ഹോസ്പിറ്റല്, അവരുടെ സിസ്റ്റംസ്, പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താ പെട്ടെന്നുള്ള പുരോഗതിയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത രീതിയിലായിരിക്കും ചിലപ്പോ ഈ മാസം തന്നെ ചെയ്യും. നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി പുരോഗമന ഡെവലപ്മെന്റ് വികസനങ്ങളാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഡയഗ്നോസ്റ്റിക് ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജിയിലുള്ള പെട്ടെന്നുള്ള ഒരു വികസനം, അതിന് ക്വാളിറ്റി വേണം. Then increase the awareness of people about the health. എന്താ ഈ ആളുകൾക്ക് എന്താ പറയാ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്
കൂടി വന്നു അല്ലെ. പണ്ടത്തെ പോലെയൊന്നല്ല. ഇപ്പൊ നമുക്ക് തന്നെ ബോധമുണ്ട് അവരെന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ ചെയ്താൽ നമുക്കത് അത് അങ്ങനെയല്ല എന്നുള്ളതിന് നമുക്ക് അവയർനെസ് ഉണ്ട് അല്ലെ. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് തന്നെ നമുക്കൊരു അവയർനെസ് ഉണ്ട്. അത് ആ കൂടി വരുന്ന നമുക്ക് ആളുകൾക്കുള്ള ആ വർദ്ധിച്ച ഒരു അവബോധം, അവയർനെസ്, increased awareness of people എന്തിനെ കുറിച്ച്, about the health, ആരോഗ്യത്തെ കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള നല്ലൊരു അവയർനെസ്, വർദ്ധിച്ചു വരുന്ന അവയർനെസ്. Then stiff market competition, അടുത്ത മാർക്കറ്റ് കോമ്പറ്റീഷൻ, അതിന് ക്വാളിറ്റി വേണം. അടുത്ത മാർക്കറ്റ് കോമ്പറ്റീഷൻ, ഇത് ഹോസ്പിറ്റല് ഒരു മാർക്കറ്റിംഗ് ഒരു ഇതാണല്ലോ. ഇപ്പൊ നമ്മുടെ മുട്ടിന് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി സർവീസ്, നല്ലൊരു ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഇത് മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ പേഷ്യൻസ് നല്ലൊരു നമ്മളെല്ലാവരും എന്താ പറയാ ഒരു ഗുണമേന്മയുള്ള ഒരു സർവീസ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കാണിച്ചാൽ പോരാ അല്ലെ. അപ്പൊ അത് അവര് ആ ഒരു കോമ്പറ്റീഷനില്, അടുത്ത മാർക്കറ്റ് കോമ്പറ്റീഷനിലും എന്ത് വേണം, ക്വാളിറ്റി വേണം. Then improved communication technology and the role of media. റോൾ ROLE ആണ് മീഡിയയുടെ പങ്ക്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാം, മെച്ചപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെ. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മളിപ്പോ എന്താ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ പഠിച്ചില്ല, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെ. അത് ഡെവലപ്പ് ചെയ്തതോടുകൂടി ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്ക് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയാ നമ്മൾക്ക് ആ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഡോക്ടറിന് പല റെഫറൽ സെന്റേഴ്സിലൊക്കെയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തത്. അതുപോലെ മീഡിയയുടെ റോള്, അതിനും എന്താ ക്വാളിറ്റിക്കൊരു പ്രാധാന്യമുണ്ട്. 5 പോയിന്റ്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, അത് വേഗം നോക്കി. ഓക്കെ, അതായത് ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ആരോഗ്യ പരിചരണ മേഖലയിലുള്ള പെട്ടെന്നുള്ള അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള മുന്നേറ്റം, ക്വാളിറ്റി വേണം അല്ലെ. പിന്നെ ഡയഗ്നോസ്റ്റിക് ഓപ്പറേഷൻ ടെക്നോളജിയിലുള്ള ഒരു വലിയ ഒരു ഡെവലപ്മെന്റ്, വികസനം, പെട്ടെന്നുള്ള റാപ്പിഡ് പെട്ടെന്നുള്ള ഒരു വികസനം. പിന്നെ ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവയർനെസ്. പിന്നെ അടുത്ത മാർക്കറ്റ് കോമ്പറ്റീഷൻ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതുപോലെ റോൾ ഓഫ് മീഡിയയുടെ പങ്ക്, ഇതിനൊക്കെ ക്വാളിറ്റി വേണം. നെക്സ്റ്റ് നോക്കിയേ, അത് ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ദ സർവീസ് ഈസ് ഓൺ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസ് എങ്ങനെയായിരിക്കണം? അലൂറിംഗ് ദ പെയിൻ, നമ്മുടെ പെയിനെ കുറയ്ക്കുന്നതായിരിക്കും, വശീകരിക്കാതെ പിടിച്ചു നിർത്തുന്ന അല്ലെ, കുറയ്ക്കുന്ന രീതിയിലുള്ള സിക്നസ് അല്ലെ, അസുഖങ്ങളെ നമുക്ക് മാറ്റുന്ന രീതിയിലുള്ള രോഗങ്ങളെ, ഡിസീസുകള്, രോഗങ്ങളെയൊക്കെ നമുക്ക് വശീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള സർവീസ് ആയിരിക്കണം. The service is patient-centric and person-specific. Right? Service എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? Is a patient-centric. ഒരു രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണമായിരിക്കണം സർവീസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അത് person-specific, ഒരു പേഴ്സണിനെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ, പ്രത്യേകമായിട്ട് ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള, ആ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവീസ് ആയിരിക്കണം. Provided by the team of high-skilled, non-skilled group of doctors, nurses, and other medical staff. Underline ചെയ്തിട്ടോ. Service is provided. ഈ ആർക്കൊക്കെ നമ്മൾ സേവനം നൽകാം, ആർക്കൊക്കെ സേവനം നൽകാൻ പറ്റും? By the team of highly skilled to non-skilled group of doctors. Doctors-ന്, nurses, other medical staff ഇവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. Doctors, nurses, and other medical staff. Doctors, nurses, and other medical staff. The type of, next രണ്ടാമത്തെ point നോക്കിയേ, the type of function is multi-centric and multi-featured.
അവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമുഖ കേന്ദ്രീകൃതം, മൾട്ടി സെൻട്രിക് അല്ലെ. ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഒന്നിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. ബഹുമുഖ കേന്ദ്രീകൃതവും അത് മൾട്ടി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബഹുമുഖമായിട്ടുള്ള ഒരു എന്താ പല വശങ്ങളിൽ നിന്ന് നോക്കുന്ന ഇതാണെന്നാണ്. പല കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് പല പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ദ ടൈപ്പ് ഓഫ് ഫങ്ഷൻ, അവിടത്തെ പ്രവർത്തനങ്ങളുടെ തരം, ദ ടൈപ്പ് ഓഫ് ഫങ്ഷൻ ഈസ് മൾട്ടി സെൻട്രിക്, ബഹുമുഖ കേന്ദ്രീകൃതവും ഒന്നിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല. മൾട്ടി സെൻട്രിക് ആൻഡ് മൾട്ടി ഫേറ്റഡ്, ബഹുമുഖ കേന്ദ്രീകൃതവും അതുപോലെ പല ഡയറക്ഷൻ, ഒരു പല ഫേസിനെ പല വശങ്ങളെ നോക്കിക്കൊണ്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഈസ് ഗുഡ് പേഷ്യന്റ് കെയർ. മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലാണ് ഇസ് എ ഗുഡ് പേഷ്യന്റ് കെയർ അപ് ടു ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആ പേഷ്യൻസിന്റെ സംതൃപ്തിയുടെ ലെവല് അല്ലെ, അതിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള മൊത്തത്തിലുള്ള ഒരു നല്ലൊരു പേഷ്യന്റ് കെയർ, ഗുഡ് പേഷ്യന്റ് കെയർ, അവരുടെ സാറ്റിസ്ഫാക്ഷന്റെ ലെവല് അല്ലെ, സംതൃപ്തിയുടെ ആ ഒരു ലെവലിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു രോഗി പരിചരണം, അതാണ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇതിലൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറച്ചുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. സെന്റൻസ് എടുത്ത് ചോദിക്കാൻ പറ്റുമല്ലോ, പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താ? The overall objective is good patient care. എവിടെ വരെ? up to the level of satisfaction. ആ അവരുടെ സംതൃപ്തിയുടെ ലെവലിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പരിചരണം കൊടുക്കുക, അതാണ്. അടുത്ത് നോക്കിയേ, there is only one answer to this, a good quality systematic. എന്താണ് നമ്മൾ പറഞ്ഞേക്കണേ? ഇതിനൊരു ഉത്തരവേ ഉള്ളൂ. ഈ ക്വാളിറ്റി എന്ന് പറയുന്നതിന് ഒരു ഉത്തരവേ ഉള്ളൂ. എന്താ? ഗുഡ് ക്വാളിറ്റി സിസ്റ്റമാറ്റിക്, നല്ല വ്യവസ്ഥാപിതമായിട്ടുള്ള നല്ല ഗുണങ്ങൾ. ഗുഡ് ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി, ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റി. അടുത്ത 10ാമത്തെ പോയിന്റ് എന്താ? ഹെൽത്ത് കെയർ ബൈ ഡെവലപ്പിംഗ് എ കെയർഫുള്ളി പ്ലാൻഡ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഹെൽത്ത് കെയർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നമുക്ക് ഒരു കെയർഫുള്ളി പ്ലാൻഡ്, ഒരു ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഹോസ്പിറ്റല് ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനം വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ. എങ്ങനെയാണ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ? ബൈ ഡെവലപ്പിംഗ് എ കെയർഫുള്ളി പ്ലാൻഡ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഒരു വളരെ ശ്രദ്ധാപൂർവമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്താ നല്ലൊരു ഹെൽത്ത് കെയർ, ഒരു ആരോഗ്യ പരിചരണം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 10ാമത്തെ സെന്റൻസ്, 8ാമത്തെ പോയിന്റ്, 6ാമത്തെ പോയിന്റില് ആർക്കൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ അത് 3 നോക്കി വെക്കുക, അതില് അണ്ടർലൈൻ ചെയ്തിടാം. 6ാമത്തെ പോയിന്റില് ആർക്കൊക്കെ നല്ല ഒരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഹൈലി സ്കിൽഡ് ടു നോൺ സ്കിൽഡ് ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്, നേഴ്സസിന്, അതർ മെഡിക്കൽ സ്റ്റാഫ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാം. ദ ടൈപ്പ് ഓഫ് ഫങ്ഷൻ, പിന്നെ 8ാമത്തെ പോയിന്റ് അത് അണ്ടർലൈൻ ചെയ്താൽ മതി. ദ ഒബ്ജക്റ്റീവ്, ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി സർവീസ് എന്ന് പറയുന്ന ഗുഡ് പേഷ്യന്റ് കെയർ. എവിടെ വരെ വേണം? അപ് ടു ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തിയുടെ ആ ലെവല്, അതിനെ അച്ചീവ് ചെയ്യുന്ന അത് വരെ എത്തുന്ന രീതിയിലുള്ള നല്ലൊരു പേഷ്യന്റ് കെയർ, അതാണ് ഓവറോൾ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് അതിനുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും?
by developing a carefully planned hospital quality management system. ഇങ്ങനെയാണ് ഒരു നല്ല ഒരു ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്താണ് ഒരു ഹെൽത്ത് കെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അതായത് വീണ്ടും അത് തന്നെയാണ് ഒരു ഡെഫിനിഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഡാഷ് ഇട്ട് വെച്ചാൽ മതി. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇസ് ദ ആക്ട് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഒരു പ്രവൃത്തിയാണ്. മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രവൃത്തിയാണ്. ടു മെയിൻറ്റെയിൻ എ ഡിസൈർഡ് ലെവൽ ഓഫ് എക്സലൻസ്. ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ എക്സലൻസ് എന്ന് പറഞ്ഞാൽ മികവ്, ഒരു നമുക്ക് ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു മികവ് നിലനിർത്തുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ, അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് ദ ആക്ട് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഒരു മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രവൃത്തിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു മെയിൻറ്റെയിൻ, നിലനിർത്തുക, എന്താ ഡിസൈഡ്, ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലെവൽ ഓഫ് എക്സലൻസ്. നമ്മള് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു എക്സലൻസ്, മികവ് നിലനിർത്തുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് പ്രവർത്തനം, അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. Dash is the act of, അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ the act of management function to maintain a desired level of excellence is called a dash. അങ്ങനെ ചോദിക്കാം. Okay. You know, your second sentence and it is the management activity. The management പ്രവർത്തനമാണ്. Activities and functions. Management activities and functions involved in ഉൾപ്പെട്ടിരിക്കുന്നു determination of quality policy and its implementation. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളും ക്വാളിറ്റി പോളിസിയുടെ നിർണയം, ഡിറ്റർമിനേഷൻ ഓഫ് ക്വാളിറ്റി പോളിസിയുടെ നിർണയത്തിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കലിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ്. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ മാനേജ്മെന്റ് ആക്ടിവിറ്റി. ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ്. പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്താ? അത് ഫങ്ഷൻസ് ഇൻവോൾവ്, മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് ക്വാളിറ്റി പോളിസി. ഒരു ക്വാളിറ്റി പോളിസി നിർണ്ണയിക്കുന്നതും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ് ഏത്? ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി മറ്റൊരു സെന്റൻസ് കൂടെ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒരു സമഗ്രമായിട്ടുള്ള സമീപനമാണ് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. എന്താണ്? ഒരു സമഗ്രമായിട്ടുള്ള സമീപനമാണ്. എന്തിനാ? ടു ദ ആർട്ട് ഓഫ് മാനേജിംഗ് ക്വാളിറ്റി ഔട്ട്പുട്ട് കൺസിഡറിംഗ് ടുഗദർ the people, the process and the product rather than ഏതിനേക്കാളും independent factors are driven towards the objective with effective and efficient performance output. അത്രയും ഒറ്റ ഇതായിട്ട് കോഴ്സ് പോലെ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ സമഗ്രമായിട്ടുള്ള സമീപനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ഘടകങ്ങളെ പരിഗണിക്കുന്നതിന് പകരം എന്താ അവിടെ നമ്മൾ നോക്കുന്നത്? ആളുകളെ, അവിടുത്തെ പ്രോസസ്സ്, പ്രൊഡക്റ്റിനെ, ഇതിനെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളെ പരിഗണിക്കുന്നതിന് പകരം ആളുകളെ, അവിടുത്തെ പ്രോസസ്സ്, പ്രൊഡക്റ്റ്, ഇതിനെയൊക്കെ ഒരുമിച്ച് പരിഗണിച്ചിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലൂടെ ആ ഒരു ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന ഗുണനിലവാരമുള്ള ഒരു ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സമഗ്രമായിട്ടുള്ള സമീപനമാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അതും ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ.
ഡാഷ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം. എന്താ പറഞ്ഞേക്കണേ അവിടെ എന്തിനാ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ? ആളുകള്, പ്രോസസ്, പ്രൊഡക്റ്റ് അല്ലെ, അതിനെ പരിഗണിച്ചിട്ട് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന നല്ലൊരു ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യുന്ന അതിന്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിനുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു സമഗ്രമായിട്ടുള്ള സമീപനമാണ് ഏത് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ അതില് നമ്മൾ ആ രണ്ട് സെന്റൻസും നിങ്ങൾ അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടാ, ഡെഫിനിഷൻ ആയിട്ട് ബൈഹാർട്ട് ചെയ്യണ്ട, അവിടെ രണ്ടിലും ഡാഷ് ഇട്ട് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, രണ്ട് പാരഗ്രാഫിലും ഒന്നാമത്തേലും ഡാഷ് ഈസ് ദ ആർട്ട്, അങ്ങനെ അവിടെ ഡാഷ് ഇട്ട് വെക്കാം. രണ്ടാമത്തേല് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞത് ഏതാ? ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ആ രണ്ടും ഇത് നിങ്ങൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് നോക്കിയാൽ മതി, ഇറ്റ് എന്നുള്ളോട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. അല്ലാതെ എന്താണ് ക്വാളിറ്റി, വാട്ട് ഈസ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് നമുക്ക് വരുമല്ലോ. ആ രണ്ടും ഫസ്റ്റും സെക്കൻഡും ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അവിടെ ഡാഷ് ഇട്ട് തരും, ഡെഫിനിഷൻ തരും, എന്താണുള്ളത് എഴുതുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബാക്കിന്റെ കമ്പോണൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിനകത്തൊക്കെ കുറേ ഡെഫിനിഷനാണ്. ഇങ്ങനെ വലിയ ഇത് കണ്ടിട്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടാന്ന് നോക്കണ്ട. ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു വെക്കാം. നമുക്ക് ആ ഡെഫിനിഷൻ അവിടെ ആൻസർ ഉണ്ടാവുമല്ലോ. നമ്മൾ എന്താണെന്നുള്ളത് അത് ഏത് ഡെഫിനിഷനാണ്, ക്വാളിറ്റി ആണോ, ക്വാളിറ്റി മാനേജ്മെന്റ് ആണോ, ഈ രണ്ടെണ്ണം പാരഗ്രാഫ് പഠിച്ചാൽ നമ്മൾ ആൻസർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഫുള്ള് ഡെഫിനിഷനായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.